ഒരു നാടിനെ മുഴുവൻ കടക്കെണിയിലാക്കി പണവും സ്വർണവുമായി അയൽക്കാർ മുങ്ങി. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി സജിലിയാണ് അയൽവാസികളായ 15ഓളം വീട്ടമ്മമാരുടെ സ്വർണവും ലോണെടുത്ത പണവുമായി നാട് വിട്ടത്. സമീപവാസിയായ സ്ത്രീയുടെ 4 പവന്റെ പാദസരം പണയം വയ്ക്കാൻ വാങ്ങിയതിനു ശേഷം തിരിച്ചു കൊടുത്തത് മുക്കുബണ്ഡമാണെന്ന് അറിഞ്ഞതോടെയാണ് ചതി നാട്ടുകാർക്ക് മനസ്സിലായത്. കഴിഞ്ഞ 20 വർഷമായി വിളപ്പിൽശാലയിൽ സ്ഥിര താമസക്കാരിയാണ് സജില. സ്വന്തമായി വീട് വാങ്ങാനെന്ന ആവശ്യമായിട്ടാണ് അയൽക്കാരായ വീട്ടമ്മമാരെ കൊണ്ട് പല മൈക്രോ ഫിനാൻസുകളിൽ നിന്നും ലോൺ എടുപ്പിച്ചത്. തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്കുകളിൽ നിന്നും അന്വേഷണം വന്നപ്പോഴാണ് തട്ടിപ്പ് പുറം ലോകം അറിയുന്നത്. 2022 പ്രമാണം ചെയ്തു കൊടുത്തതാണ്. ഇതുവരെ എനിക്ക് 4 ലക്ഷം രൂപ കിട്ടാനും ഉണ്ട്. പിന്നെ ചെറിയ ലോണുകളും എടുത്ത് ഒന്നും ഇപ്പൊ അടയ്ക്കണമില്ല. ആളിനെ തിരക്കിയപ്പോൾ ആള് മുങ്ങിയെന്നാണ് നമ്മൾ അറിഞ്ഞത്. കഴിഞ്ഞ 1 മാസമായി സജിലയും കുടുംബവും ഒളിവിലാണ്. ഗ്രൂപ്പുകളായി ചേർന്നാണ് ലോൺ എടുക്കുന്നതെങ്കിലും സജിലയ്ക്ക് വേണ്ടിയാണ് പണം എന്നത് പരസ്പരം നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു. ഇവള് വിളിച്ചു കൊണ്ടുപോകും, ബാങ്കിൽ കൊണ്ടുപോയി ഒപ്പിടിയിപ്പിക്കും. നമ്മളെ അക്കൗണ്ടിൽ പൈസ വരും, ഞാൻ അങ്ങോട്ട് അവളെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കും. 1000 രൂപ തരും. 2000 രൂപ കൊണ്ടുവന്നാലും ഞാൻ വാങ്ങൂല, ഞാൻ 1000 രൂപയെ വാങ്ങുള്ളൂ. അതും അവള് തിരിച്ചങ്ങ് വാങ്ങിക്കൊണ്ട് പോകും. അവൾ പറയും, താത്ത ഞാൻ പിന്നീട് തരാന്ന് പറഞ്ഞിട്ട് എൻ്റെ അങ്ങ് വാങ്ങിക്കൊണ്ട് പോകും. സജില എന്ന് പറയുന്ന അവൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് വാങ്ങിച്ചിട്ട് പറഞ്ഞ് അവിടെ ഒരു ലോണുണ്ട്, ലോണ് കിട്ടിയിട്ട് എനിക്ക് പൈസ തരാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്ന് പൈസ ആദ്യം 12,000 രൂപ വാങ്ങിച്ചിട്ട് 2,000 രൂപ എൻ്റെ ചേട്ടത്തിയുടെ ഭർത്താവ് മരിച്ചപ്പോൾ വാങ്ങിച്ചു. പിന്നെ 10,000 രൂപ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും 4,500 തന്നു. നാളെ ലോണെല്ലാം ശരിയായി ഞാൻ കൊണ്ടുവന്ന് ഒപ്പിടുമെന്നും പറഞ്ഞ് വാങ്ങിച്ചിട്ട് കട്ടവൻ പറഞ്ഞു അത് തരാം, നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഞാൻ പറയും എനിക്ക് അത്യാവശ്യമാണ്, എനിക്ക് വേണം. ഞാൻ പോലെ ഉരുപ്പടി വാങ്ങിക്കാമെന്നും പറഞ്ഞാണ് ഞാൻ ഒരു കൂട്ടിയേന് ഭർത്താവില്ല, മക്കളില്ല, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കുന്നതാണ്. സമീപവാസിയായ സ്ത്രീയുടെ 4 പവൻ തൂക്കം വരുന്ന പാദസ്വരം പണത്തിന്റെ ആവശ്യത്തിനായി സജില വാങ്ങിയിരുന്നു. സ്വർണം തിരികെ നൽകി ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് വീട്ടുകാർക്ക് മുക്കുബണ്ഡമാണെന്ന് മനസ്സിലായത്. എന്റെ മോളെ നിന്നാണ് 2 കൊലിച്ചിനെ വാങ്ങിച്ച് അവളെന്തോ മായം ചെയ്ത് കൊലിച്ചിനെ വാങ്ങിച്ചത്. അത് ഞാൻ അറിയണില്ലെങ്കിൽ ഞാൻ ഇത് കൊടുക്കൂലായിരുന്നു. പാദസരം വാങ്ങിയതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വന്ന് ഇത് വാങ്ങിച്ചത്. അവൾക്ക് 70,000 രൂപ കുറവൊന്ന് വീട് വാങ്ങിക്കാൻ വേണ്ടി. അപ്പോഴേ ഒരു കടക്കാടം വാങ്ങിക്കാൻ വേണ്ടിയല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അത് കൊടുത്തത്. പിന്നെ ഒരു 2-3 ലോൺ എൻ്റെ മോളും എടുത്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന സജില സ്വന്തമായി വിളപ്പിൽശാലയിൽ ഒരു വീട് വാങ്ങിയിട്ടുണ്ട്. ഭർത്താവും മക്കൾ ഉൾപ്പെടെയാണ് തട്ടിപ്പ് നടത്തിയ ശേഷം സജില നാട് വിട്ടത്. സജിലയുടെ സ്വന്തം നാടായ കൊല്ലത്ത് അന്വേഷിച്ചപ്പോഴും സമാനമായ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള സത്യം നാട്ടുകാർ മനസ്സിലാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് വിളപ്പിൽശാല പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.